ശാന്തി. ജനുവരി 12 യുവജന ദിനമാണല്ലോ. പരമാദരണീയനായ സ്വാമി വിവേകാനന്ദജിയുടെ ജന്മദിനം ജനുവരി 12 ദേശീയ യുവജന ദിനമായി നമ്മുടെ രാഷ്ട്രം ആചരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ രാജ്യത്തിൻ്റെ ജനസംഖ്യയിൽ 65% യുവാക്കളാണല്ലോ. സ്വാമിജിയുടെ ജീവിത ദർശനങ്ങൾ ചൈതന്യവത്താക്കി യുവജനങ്ങളിലേക്ക് ഒഴുക്കി യുവത്വത്തിൻ്റെ ഊർജത്തെ സകാരാത്മക കാര്യങ്ങളിൽ ഉപയോഗിച്ച് രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന്, നവനിർമ്മാണത്തിന്, രാഷ്ട്ര പുരോഗതിക്ക്, അതേപോലെ വ്യക്തിത്വ വികാസനത്തിനും സ്വഭാവ രൂപീകരണത്തിനും യുവശക്തിയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ഈ ദിനം യുവജന ദിനമായി ജനുവരി 12 ആഘോഷിക്കാനുള്ള പ്രധാന കാരണം. സ്വാമിജിയുടെ ജീവിതം നമ്മുടെ എല്ലാവരുടെയും മുന്നിലൂടെ പോകുമ്പോൾ നമുക്കതൊരു വലിയ ദർപ്പണമാണ്. സ്വാമിജിയുടെ ജീവിതത്തിലെ സമർപ്പണ ഭാവം, സ്വാമിജിയുടെ ജീവിതത്തിൻ്റെ സത്യത, ആധ്യാത്മികത, ജ്ഞാനം കൊണ്ടുണ്ടായ ബോധോദയം, ധ്യാനം കൊണ്ടുണ്ടായ കരുത്തുറ്റ ജീവിതം, ഇത് രാഷ്ട്രത്തിന് മാത്രം, ഭാരതത്തിന് മാത്രമല്ല, മുഴുവൻ ലോകരാജ്യങ്ങളിലെ ജനങ്ങൾക്കും യുവാക്കൾക്ക് മാത്രമല്ല, യുവത്വം കാത്തു സൂക്ഷിക്കുന്ന മനസ്സാർക്കൊക്കെ ഉണ്ടോ, ഊർജ്ജസ്വലമായ മനസ്സാർക്കൊക്കെ ഉണ്ടോ, അവർക്കെല്ലാം ഉന്മേഷം പകരുന്നതാണല്ലോ സ്വാമിജിയുടെ ജീവിതം. സ്വാമിജിയുടെ ജീവിതത്തിൻ്റെ പ്രസിദ്ധമായ ഉദ്ധരണി നമ്മുടെ എല്ലാവരുടെയും മനസ്സിന് മുന്നിൽ എപ്പോഴും കടന്നു വരുന്ന വരികളാണല്ലോ. ഉത്തിഷ്ഠത, ജാഗ്രത, ഉണരൂ, എഴുന്നേൽക്കൂ, ഉണർന്നിരിക്കൂ, ലക്ഷ്യത്തിൽ എത്തിച്ചേരും വരെ നിതാന്ത പരിശ്രമം നടത്തും. കിടന്നുറങ്ങിയവരോടല്ലല്ലോ സ്വാമിജി ഇങ്ങനെ പറഞ്ഞത്. ഇതാർക്കുള്ള ഉണർവും ഉന്മേഷവും നൽകുന്ന വാക്കുകളാണ്. ആരെ ഉണർത്തുകയായിരുന്നു സ്വാമിജി? ആരാണോ ആലസ്യത്തില്, അശ്രദ്ധയില്, അധ്വാനിക്കാതെ അജ്ഞതയുടെ നിദ്രയിൽ ഉറങ്ങിയിരുന്നത്, അവരെ ഉണർത്താനായിരുന്നു സ്വാമിജി ഇപ്രകാരം പറഞ്ഞിരുന്നത്. സ്വാമിജിയുടെ ഈ വരികള്, വാക്കുകള് നൽകുന്ന ഊർജം യഥാർത്ഥത്തിൽ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഏറ്റവും വലിയ പ്രചോദനമല്ലേ? ഇന്ന് നമ്മുടെ രാഷ്ട്രത്തിൽ തന്നെ നോക്കൂ, നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇത്രയും വലിയ സമ്പത്തായ യുവശക്തി, നമ്മുടെ ഉറക്കം എന്താണ്? കേവലം ആലസ്യത്തിൻ്റെ മാത്രം ഉറക്കമാണ്, അലസതയുടെയും മടിയുടെയും മാത്രം ഉറക്കമാണ്. നമുക്കിന്ന് വിദ്യാഭ്യാസത്തിൻ്റെ കുറവില്ല, കഴിവുകളുടെ കുറവില്ല, അല്ലേ? റിസോഴ്സുകളുടെ കുറവില്ല. എല്ലാം നിറഞ്ഞ ഒരു അനുഗ്രഹീത രാജ്യമാണല്ലോ നമ്മുടെ ഭാരതം. അപ്പോൾ ഭാരതീയവാസികളായ നമ്മുടെ യുവശക്തിക്ക് ഈശ്വരാനുഗ്രഹം പോലെ ഭാരതവാസികൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഊർജം, ശക്തി, കഴിവുകൾ, ഇതിനെല്ലാം സദുപയോഗം ചെയ്യാൻ ഒരു മനസ്സ് മാത്രമേ നമുക്ക് വേണ്ടൂ. അതുകൊണ്ടാണ് സ്വാമിജി പറഞ്ഞിരുന്നത്, ദൗർബല്യമാണ് മരണം, ദൗർബല്യമാണ് മരണം, ശക്തിയാണ് ജീവിതം. കേവലം നമ്മുടെ ഇന്നത്തെ യുവശക്തിക്ക് സ്വാമിജിയുടെ ഈ ഒരേ ഒരു മഹാവാക്യം ഓർമ്മിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. എല്ലാ ദുർബലതകളിൽ നിന്നും നമുക്ക് പുറത്തു വന്ന് ജീവിക്കാനുള്ള കരുത്ത് ആ വാക്കുകൾ നമുക്ക് തരും, ഇല്ലേ? ഇന്ന് ഏറ്റവും വലിയ ദുർബലത, നമ്മളെ മരണത്തിലേക്ക് വലിച്ചഴിക്കുന്ന ദുർബലതകൾ എന്തെല്ലാമാണ്? ഡിജിറ്റൽ അഡിക്ഷൻ. നോക്കൂ, എത്ര കഷ്ടങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നഷ്ടങ്ങളാണ് യുവശക്തിയിൽ. യഥാർത്ഥത്തിൽ യുവശക്തി വേണം നമ്മുടെ സയൻസിൻ്റെയും ടെക്നോളജിയുടെയും വികാസത്തെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ ഉപയോഗിച്ച് നമ്മുടെ രാഷ്ട്രത്തെ ലോകത്തിൻ്റെ മുൻനിരയിൽ എത്തിക്കാൻ. യഥാർത്ഥത്തിൽ സകാരാത്മക ഊർജത്തെ ഉപയോഗിക്കേണ്ടവർ യുവശക്തിയല്ലേ? ആ നമ്മൾ തന്നെ നമ്മുടെ ശക്തികളെയും കഴിവുകളെയും നെഗറ്റീവ് വേയിൽ ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? നമ്മളിലൂടെ നടക്കേണ്ട നവനിർമ്മാണം നടക്കാതെ പോവില്ലേ? വ്യക്തിത്വ വികാസവും ഉണ്ടാകില്ല, സമാജത്തിൻ്റെ വികാസവും ഉണ്ടാകില്ല, രാഷ്ട്രത്തിൻ്റെ വികാസവും ഉണ്ടാകില്ല. മാത്രമോ, അടുത്ത ഏറ്റവും വലിയ ദുർബലത എന്താണ്? ലഹരി വസ്തുക്കളുടെ മുന്നിലെ അടിമത്തം അല്ലേ? നമുക്ക്
യഥാർത്ഥത്തിൽ നമ്മുടെ ദുർബലതകൾക്ക് മുന്നിൽ അടിമയായിട്ടല്ല മാറേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ സ്വാമിജി പറയില്ലേ, സിംഹശക്തിയുണ്ട്. സിംഹശക്തി. ആട്ടുംകുട്ടികളെ പോലെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല നമ്മൾ. അയ്യോ എനിക്ക് പറ്റില്ല, ഞാൻ അടിമയായി പോയി, ഞാൻ മദ്യത്തിന് അടിമയാണ്, പുകവലിക്ക് അടിമയാണ്, കഞ്ചാവിന് അടിമയാണ്, ഡിജിറ്റൽ അഡിക്ഷനിലേക്ക് ഞാൻ പെട്ടുപോയി, ഞാൻ അങ്ങനെയായിപ്പോയി. വിഷാദം, നിരാശ, ഇതാണ് നമ്മുടെ ദൗർബല്യങ്ങൾ. ഈ ദൗർബല്യങ്ങളാണ് മരണത്തിന് തുല്യമായിരിക്കുന്നത്. അതുകൊണ്ട് സ്വാമിജിയുടെ ജന്മദിനമായ ജനുവരി 12 നമുക്കെല്ലാവർക്കും ചേർന്ന്, പ്രത്യേകിച്ചും ഭാരതവാസികളായ നമുക്ക് എല്ലാവരുടെയും മനസ്സിൽ ഒരു ദൃഢസങ്കല്പം എടുക്കാം. എൻ്റെ ജീവിതം ദുർബലതകൾക്ക് മുന്നിൽ മരിക്കുന്ന ജീവിതമാകരുത്. എൻ്റെ ജീവിതം ശക്തിശാലിയാക്കി ജീവിക്കുന്ന ഒരു ജീവിതം, എനർജറ്റിക്കായ ഒരു ജീവിതം, ഒരു ലിവിങ്, ഒരു ബീയിങ് ആയിട്ട് നമുക്ക് ജീവിക്കണം. കാരണം നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണ്. അപ്പം ബീയിങ് ആയി ജീവിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് സ്വാമിജി തന്നെ ബീയിങ് ആക്കി വെക്കാൻ, സ്വാമിജിയുടെ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷനിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 കാര്യങ്ങൾ നമുക്ക് ദർശിക്കാനാകും. ഒന്ന്, സ്പിരിച്വൽ അവെയർനെസ്. സ്വാമിജി എപ്പോഴും പറയുമായിരുന്നു, നിങ്ങൾ കേവലം ഈ ശരീരമാണെന്ന് വിചാരിക്കരുത്. ഈ ശരീരം ഒരു വസ്ത്രം മാത്രമാണ്. ഈ ശരീരത്തിനുള്ളിലിരിക്കുന്ന ആത്മശക്തിയാണ് നിങ്ങൾ ഓരോരുത്തരും. ആത്മാവിൻ്റെ ഉള്ളിൽ സകാരാത്മക ഊർജമുണ്ട്. സ്വാമിജിയുടെ ഓരോ വാക്കുകളും പോസിറ്റീവ് തിങ്കിങ്, പോസിറ്റീവായിട്ടുള്ള പവർ നമുക്ക് നൽകുന്ന വിചാരധാര, ഇത്രയും സകാരാത്മക ഊർജം ഒഴുക്കിയിരുന്ന വിചാരധാരകളുടെ ഒരു ഖനിയായിരുന്നില്ലേ സ്വാമിജി. അതുകൊണ്ട് സ്വാമിജിയുടെ ഈ ജന്മദിനത്തിൽ നമുക്കും സങ്കല്പം എടുക്കാം. എനിക്കും ജീവിതത്തിൽ എപ്പോഴും സകാരാത്മക സങ്കല്പങ്ങളുടെ ഊർജമൊഴുക്കുന്ന ഒരു ഖനിയായി ഞാനും മാറും. പോസിറ്റീവ് തിങ്കിങ് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലാക്കി ഞാൻ മാറ്റും. സ്വാമിജിയുടെ അപാരമായ ശക്തി, അനന്തശക്തികളുടെ സ്രോതസ്സായിരുന്നുവല്ലോ സ്വാമി. ആ ശക്തി എങ്ങനെയാണ് ആർജിച്ചിരുന്ന സ്വാമിജി? ധ്യാനം, മെഡിറ്റേഷനാണ് സ്വാമി തൻ്റെ ലഹരിയാക്കി ഉപയോഗിച്ചിരുന്നത്. ആ ലഹരി മരുന്നിൽ നിന്നാണ് സ്വാമിജി തൻ്റെ ഉള്ളിൽ കിടന്ന, സ്വാമിജിയുടെ ഹോബി അതായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം സമയം കണ്ടെത്തി മെഡിറ്റേറ്റ് ചെയ്തിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ട് മണിക്കൂറുകളോളം നീണ്ട സ്വാമിജിയുടെ ധ്യാനം. നമ്മുടെ കന്യാകുമാരി പോലും അതിൻ്റെ ഓർമ്മ ചിഹ്നമാണല്ലോ. അവിടെ വന്നിരുന്നു സ്വാമിജി ധ്യാനം ചെയ്തിരുന്നതിൻ്റെ ഓർമ്മയാണല്ലോ ഇന്നും അവിടെ വിവേകാനന്ദ പാറ. നമ്മൾ എത്ര പേരാണ് അവിടേക്ക് പോണേ കാണാൻ. അവിടെ ഇരുന്ന് ആ റൂമിലേക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ എല്ലാം മനസ്സ് എത്ര ഊർജ്ജസ്വലമാകുന്നുണ്ട് അല്ലേ. ഈ കഴിഞ്ഞ വർഷം 2024 ഡിസംബർ 21 ഇപ്പോഴാണ് ലോകം, ഐക്യരാഷ്ട്ര സംഘടന ധ്യാനത്തിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞത്. പക്ഷെ സ്വാമിജി എത്ര വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം ജീവിതത്തിൽ മെഡിറ്റേറ്ററായി ജീവിച്ചുകൊണ്ട് ധ്യാനത്തിൻ്റെ മഹത്വം സ്വന്തം ജീവിതത്തിൽ കാണിച്ചു തന്നു. തൻ്റെ ഉള്ളിലെ അപാര ശക്തികളെ അദ്ദേഹം പുറത്തെടുക്കുകയും എല്ലാവരെയും ശക്തിശാലികളാക്കി മാറ്റാൻ പ്രചോദനം നൽകാനും അദ്ദേഹത്തിന് കഴിഞ്ഞത് ധ്യാനം തൻ്റെ ജീവിതത്തിലെ ദിനചര്യയാക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ജനുവരി 12 നമ്മൾ വിവേകാനന്ദ ജയന്തി ദിനം യുവജന ദിനമായി ആഘോഷിക്കുമ്പോൾ ഭാരതവാസികളായ നമുക്കെല്ലാം, പ്രത്യേകിച്ച് നമ്മൾ കേരളീയരെല്ലാം, മലയാളികൾക്കെല്ലാം ഈ സങ്കല്പം എടുക്കാം. എനിക്കും ഒരു മെഡിറ്റേറ്ററായി മാറണം. ധ്യാനം നമ്മുടെ ജീവിതചര്യയാക്കി മാറ്റണം. ഒരു യോഗി ജീവിതം നമുക്ക് ജീവിക്കണം. ഒരു മെഡിറ്റേറ്റീവ് ലൈഫ് സ്റ്റൈലായിരിക്കണം നമ്മുടെ ജീവിതം. ആ ഒരു ദൃഢസങ്കല്പവും നമുക്കെടുക്കാം. ഇപ്രകാരം ഈ വർഷം ജനുവരി 12 നമ്മൾ ആഘോഷിക്കുമ്പോൾ കേവലം ഒരു ദിവസത്തിൻ്റെ ആചരണം മാത്രമാകരുത്. പകരം നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലെ യുവശക്തിയെ, ഊർജത്തെ, സകാരാത്മക ഊർജത്തെ പുറത്തേക്കെടുക്കാനും അതിലൂടെ വ്യക്തിത്വ വികാസത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്കും സമൂഹത്തിൻ്റെ നന്മയ്ക്കും രാഷ്ട്രത്തിൻ്റെ മംഗളത്തിനുമായി നമുക്ക് ഉപയോഗിക്കണം. മാത്രവുമല്ലല്ലോ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു നരേന്ദ്രൻ, ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ ഭാരതത്തിനെല്ലാം, ഭാരതീയർക്കെല്ലാം, യുവശക്തിക്കെല്ലാം ഒരു മാതൃകയല്ലേ.
പ്രായം കൊണ്ട് നോക്കിയാൽ 70 വയസ്സിന് മേലെയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഊർജം നമ്മൾ കാണുന്നുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ മനസ്സ്, ഊർജം നിറഞ്ഞ മനസ്സ്, രാഷ്ട്രത്തിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ടുള്ള, രാഷ്ട്ര സേവനത്തിന് വേണ്ടിയിട്ടുള്ള സമർപ്പണ മനോഭാവത്തോടു കൂടിയ പ്രവർത്തനം. ആ ഊർജം നിറഞ്ഞ മനസ്സാണ് യുവശക്തിക്ക് വേണ്ടത്. അതുകൊണ്ട് പ്രായമല്ല നമ്മളെ യുവാക്കളാക്കുന്നത്, യുവതിയാക്കുന്നത്. പിന്നെയോ സകാരാത്മക ഊർജമാണ് നമ്മളെ ഊർജ്ജസ്വലമാക്കി വെക്കുക എന്നുള്ളതാണ്. ഉണർവും ഉത്സാഹത്തിൻ്റെയും 2 ചിറകുകളോടുകൂടി നമ്മൾ സകാരാത്മകമായ ഊർജത്തെ രാഷ്ട്രത്തിൻ്റെ നവനിർമ്മാണത്തിനായി ഉപയോഗിച്ച് നമുക്ക് ഏവർക്കും ചേർന്ന് നമ്മുടെ ഭാരതത്തെ വീണ്ടും ഒരു സ്വർണിമ ലോകമാക്കി മാറ്റാം. എല്ലാവരുടെ ഉള്ളിൽ കിടക്കുന്ന പൂർണ്ണതയെ, ദൈവികതയെ പുറത്തേക്ക് കൊണ്ടുവന്ന ഒരു ദൈവികമായ രാജ്യം, നന്മ നിറഞ്ഞ ഒരു രാജ്യം, രാമരാജ്യം അല്ലെങ്കിൽ സുഖശാന്തി നിറഞ്ഞ രാജ്യം, സമാധാനപൂർണമായ രാജ്യം, എല്ലാവർക്കും സമാധാനം, എല്ലാവർക്കും സന്തോഷം. അതാണല്ലോ സ്വാമിജി പറഞ്ഞിരുന്നത് ചിക്കാഗോയിലെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ പ്രഭാഷണത്തിൽ. അമേരിക്കയിലെ എൻ്റെ സഹോദരീ സഹോദരന്മാരെ, ഈ ഒരു മനോഭാവം നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ എപ്പോഴാണ് വരുന്നത്? സ്പിരിച്വൽ അവയർനെസ്സിൽ നിന്നാണ്. നമ്മൾ ഈ നശിക്കുന്ന ദേഹമല്ല, നമ്മളെല്ലാവരും ആത്മീയ ഊർജമാണ്. അപ്പോൾ എല്ലാ മാനവരും ആത്മചൈതന്യങ്ങളാണ്. നമ്മളെല്ലാം ഒരു പരമാത്മാവിൻ്റെ മക്കളാണ്. ആ ഒരു മാനവികത, വസുദൈവ കുടുംബകം എന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് എല്ലാവരെയും പ്രതി നമുക്ക് എൻ്റേതെന്ന, സ്വന്തം എന്ന ഭാവന വരണേ. പ്രത്യേകിച്ച് ഇന്ന് മാനസിക സംഘർഷങ്ങൾ, ജാതിയുടെയും മതത്തിൻ്റെയും രാഷ്ട്രത്തിൻ്റെയും ഭാഷയുടെയും ഒക്കെ പേരിൽ നമ്മളെല്ലാവരും പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുന്ന, മനസ്സുകൾക്കുള്ളിൽ വളരെയധികം വിഷം കലർന്നുകൊണ്ടിരിക്കുന്ന, വിഷവിത്തുകൾ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കലുഷിതമായ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വാമിജിയുടെ ചിന്താഗതികളും സ്വാമിജിയുടെ ജീവിതവും നമുക്കെല്ലാവർക്കും ഊർജം പകരുന്നതാണ്. അതുകൊണ്ട് കേവലം യുവാക്കൾ മാത്രമല്ല, യുവതികൾ മാത്രമല്ല, യുവ മനസ്സുള്ള നമുക്കെല്ലാവർക്കും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണ പ്രക്രിയയിൽ സ്വാമിജിയുടെ ജീവിതത്തിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളാം. ഓം ശാന്തി.